ഹലോ ബ്യൂട്ടിഫുൾ സോൾസ്. എൻ്റെ ഇന്നലത്തെ വീഡിയോയിൽ ഒരു കമൻറ്റിൽ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ഹീലിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ പലരും സോൾ പേർപ്പസിലേക്ക് കണക്ട് ആവുന്നുണ്ട്, പക്ഷേ ചിലർക്ക് പ്രോപ്പറായിട്ട് ആ ഒരു സോൾ പേർപ്പസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് ചോദിക്കുന്നത്. എഗെയിൻ ഞാൻ പറയും, കുറേ നമുക്ക് മിസ്കോൺസെപ്റ്റ്സ് ഉണ്ട് ഈ സോൾ പേർപ്പസിനെ കുറിച്ചും നമ്മുടെ ഈ ജേണിയെ കുറിച്ചും ഒക്കെ. എല്ലാവരുടെയും അഭിപ്രായം എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഇത് എൻ്റെ അഭിപ്രായമാണ്, എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ സംസാരിക്കുന്നതൊക്കെ. അത് ഓക്കെ, റൈറ്റ് ആണ് എന്ന് തോന്നുവാണെങ്കിൽ എടുത്തോളൂ, അതർവൈസ് ഡിസ്കാർഡ്, ലീവ് ഇറ്റ്, ഡോണ്ട് ഈവൻ തിങ്ക് അബൌട്ട് ഇറ്റ്. ഓക്കെ. അപ്പോൾ ഞാൻ ഈ ജേണിയിൽ ഞാൻ വിശ്വസിക്കുന്ന എന്താ വെച്ചാൽ, ഒരു സ്പിരിച്വൽ ജേണി എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ സോളിനെ കണ്ടെത്തുക. ആ സോൾ എപ്പോഴും നമ്മുടെ അടുത്തുണ്ട്, പക്ഷെ അതിനെ കണ്ടെത്തുക എന്നുള്ള പ്രോസസ്സിലാണ് നമ്മൾ പോകുന്നത്. അതായത് നമ്മുടെ ഉള്ളിൽ എപ്പോഴും നമുക്കറിയാതെ നമ്മൾ ഒരു തെറ്റ് ചെയ്താലോ അല്ലെങ്കിൽ ഒരു കള്ളം പറഞ്ഞാലോ നമ്മുടെ ഉള്ളിൽ ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ട് നമുക്ക് വരത്തില്ലേ? ഈവൻ ദോ നമ്മൾ കള്ളം പറഞ്ഞ് നമ്മളങ്ങ് പോയാൽ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നത്തില്ലേ? അതാണ് നമ്മുടെ സോളിൻ്റെ ആ ഒരു പൾസ്. ആ ഒരു അതുപോലെ നമ്മൾ ഓരോ ചെറിയ തെറ്റ് ചെയ്യുമ്പോഴും നമുക്കൊരു കുറ്റബോധം വരുന്നില്ലേ? അത് എവിടുന്നാണ് വരുന്നതെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് എഗെയിൻസ്റ്റ് യുവർ സോൾ. നമ്മുടെ ശരിക്കുള്ള പ്രോപ്പറായിട്ടുള്ള ഒരു കാര്യത്തിൽ നിന്ന് മാറി ചെയ്യുന്ന എല്ലാ കാര്യവും നമ്മളെ അറിയാതെ ട്രിഗർ ആവും. അത് നമുക്ക് ചിലപ്പോൾ ദേഷ്യമായിട്ട് വരും, ചിലപ്പോൾ സങ്കടമായിട്ട് വരും, ചിലപ്പോൾ നമ്മളൊരു തെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളോട് ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കുമ്പോൾ നമ്മളങ്ങ് കരയും. അപ്പോൾ എല്ലാം ആക്ച്വലി വൈ? ബിക്കോസ് യുവർ ബോഡി ഈസ് ഹോൾഡിങ് ദാറ്റ്, ആ ഒരു സോളിൻ്റെ ആ ഒരു പെയിൻ എന്ന് പറയാം. അതിനെ നമുക്ക് സോളിൻ്റെ എഗെയിൻസ്റ്റ് ആയിട്ട് എന്ത് ചെയ്താലും ആ സോൾ നമ്മളെ അവിടെ ഒരു ഇമ്പൾസ് ചെയ്യും, നമുക്ക് അത് കാണിക്കും ഇത് തെറ്റാണെന്ന്. അങ്ങനെയാണ് നമ്മൾ പല കാര്യങ്ങളും സ്ലോലി നമ്മൾ ചെയ്യാതിരിക്കുന്നത്. എനിക്കൊരു നേച്ചർ ഉണ്ടായിരുന്നു, ആരോടും പോയിട്ട് ഒരു കാര്യവും ചോദിക്കുന്നത് എനിക്കിഷ്ടമല്ല. അതായത് എനിക്കൊരു ജോബിന് ഞാൻ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ എനിക്ക് ഒരാളുടെ അടുത്ത് പോയി എനിക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യാമോ എന്ന് എനിക്ക് ചോദിക്കാൻ പറ്റത്തില്ല. ആരെങ്കിലും പറഞ്ഞിട്ട് നിർബന്ധിച്ചിട്ട് ഞാൻ പോയി അത് ചെയ്താലും എനിക്കതൊരു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിക്കും, എനിക്ക് എന്തൊരു അഹങ്കാരമാണ്, എനിക്ക് അങ്ങനെ പോയി ചോദിക്കാൻ പോലും ഒരു മടിയാണല്ലോ. സംടൈംസ് എനിക്കിത് ചോദിക്കാൻ തോന്നുന്നില്ല എന്ന് തോന്നുന്ന ഒരു കാര്യം ആക്ച്വലി യുവർ സോൾ ഈസ് ടെല്ലിങ് ഡോണ്ട് ആസ്ക് എന്നുള്ളതാണ്. അത് തിരിച്ചറിയാനാണ് നമ്മൾ പഠിക്കേണ്ടത്. ഇപ്പോൾ എനിക്കറിയാം എന്ത് ചോദിക്കണം എന്ത് ചോദിക്കേണ്ട എന്നുള്ളത്. ഓട്ടോമാറ്റിക്കലി അത് നമ്മുടെ ഉള്ളിൽ നിന്ന് വരാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് റിയലൈസ് ചെയ്യാം, പേടിയില്ലാതെ ആ രീതിയിൽ പ്രവർത്തിക്കാൻ പറ്റും. സോ ഈ ഒരു ജേണിയിൽ നമ്മുടെ ആ സോളിനെ കേൾക്കുന്ന ഒരു ജേണിയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ഈ ജേണിയിൽ നമ്മുടെ ഇൻറ്റ്യൂഷനിൽ നിന്നാണ് നമുക്ക് സോളുമായിട്ട് റിലേറ്റ് ചെയ്ത എല്ലാ കാര്യങ്ങളും മനസ്സിലാവുന്നത്. സോ അതായത് നമ്മളൊരു കാര്യം ചിന്തിക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ വേറൊരു തോട്ട് വരും, ഇങ്ങനെയാണെന്ന്. അതിനെയാണ് നമ്മൾ ഇൻറ്റ്യൂഷൻ എന്ന് പറയുന്നത്. നേരത്തെയും വരും, പക്ഷേ നമുക്ക് നേരത്തെ അതിനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ അറിയത്തില്ല. അപ്പോൾ നമ്മൾ ആദ്യം വിചാരിച്ചതാണോ ശരി, രണ്ടാമത് വിചാരിച്ചതാണോ ശരി, ഇല്ലെങ്കിൽ ഇത് രണ്ടും രണ്ടാണ് എന്നൊക്കെ ചിന്തിക്കാനുള്ളൊരു ബുദ്ധി അന്നേരം ഉണ്ടാവില്ല. ബട്ട് വെൻ യു സ്റ്റാർട്ട് കണക്റ്റിംഗ് ടു യുവർ ഇൻറ്റ്യൂഷൻ. പക്ഷേ എപ്പോഴാണ് നമ്മൾ പ്രോപ്പറായിട്ട് നമ്മുടെ ഇൻറ്റ്യൂഷനിൽ കണക്റ്റ് ആവുന്നതെന്നറിയാമോ? നമ്മൾ സറണ്ടർ ചെയ്യുമ്പോൾ. സോ ഈ ജേണി ഞാൻ സ്പിരിച്വൽ ജേണിയിലാണ്, ഞാൻ ട്വിൻ ഫ്ലെയിം ജേണിയിലാണ്, ഞാൻ അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു, ഇന്നർ വർക്ക് ചെയ്യുന്നു, മെഡിറ്റേഷൻ ചെയ്യുന്നു, സെൽഫ് ലവ് ചെയ്യുന്നു എന്ന് എന്തൊക്കെ പറഞ്ഞാലും ശരി, നമ്മൾ അതിൻ്റെ ഒരു പ്രോപ്പർ ഒരു സ്റ്റാർട്ടിങ്ങിൽ എത്തണമെങ്കിൽ ഫസ്റ്റ് നമ്മൾ സറണ്ടർ ചെയ്യണം. ഈ ജേണി ആലോചിച്ച് നോക്കിയാൽ ബാക്കിലോട്ട് നമ്മൾ പല കാര്യങ്ങൾ പുറത്ത് നോക്കി, പല വീഡിയോസ് കണ്ട്, പല ആൾക്കാർ പറയുന്ന കേട്ട്, പല ടാരോ റീഡേഴ്സിൻ്റെ അടുത്ത് പോയി, അങ്ങനെ ഓരോരോ കാര്യങ്ങൾ ചെയ്തിട്ട് പെയിൻ പോവത്തേ ഇല്ല. എന്ത് ചെയ്തിട്ടും പെയിൻ പോകത്തില്ല. പക്ഷേ ലൈഫാണെങ്കിൽ വീണ്ടും നമ്മളെങ്ങനെ ഇറുക്കി കഷ്ടത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യും. നമുക്ക് പൊട്ടിത്തെറിക്കുന്ന ഒരു ഫീലിങ്ങിൽ നമ്മൾ എത്തുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇനി എനിക്ക് ഒന്നും ചെയ്യാനില്ല. ആ മൊമെൻറ്റിലാണ് നമ്മൾ ആക്ച്വലി സറണ്ടർ എന്താണെന്ന് മനസ്സിലാക്കുന്നത്. അതുവരെ സറണ്ടർ എന്നുള്ള വാക്ക് എന്താണെന്ന് നമുക്ക് മനസ്സിലാവത്തില്ല. അന്ന് നമ്മൾ സാഷ്ടാംഗം ദൈവത്തിൻ്റെ മുമ്പിലോട്ട് അങ്ങ് വീഴും. അന്ന് മുതലാണ് നമ്മുടെ ഇൻറ്റ്യൂഷൻ നമുക്ക് വർക്ക് ചെയ്ത് തുടങ്ങുക. അപ്പോൾ ഇൻറ്റ്യൂഷൻ വർക്ക് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ യുവർ സോൾ വിൽ ഗൈഡ് യു ടുവേർഡ്സ് മെനി തിങ്സ്. അതിലൊന്നാണ് നമ്മുടെ സോൾ പർപ്പസ്. അവിടെ ഈ ഒരു വിഷയം മാത്രമല്ല, നമ്മുടെ ലൈഫ് പർപ്പസ്, നമുക്ക് എന്തൊക്കെയാണോ നല്ലത് നമ്മൾ സറണ്ടർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? എനിക്ക് ഒന്നിനെക്കുറിച്ച് ഒരു എക്സ്പെക്റ്റേഷനോ അല്ലെങ്കിൽ ഇത് വേണം അത് വേണം, എനിക്ക് അങ്ങനെ ഇരിക്കണം ഇങ്ങനെ ഇരിക്കണം, ഈ പ്രശ്നങ്ങൾ ശരിയാവണം എന്നുള്ള തോട്ട്സ് ഒന്നുമില്ല. എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, ദൈവം എനിക്ക് എന്ത് തന്നാലും അത് ഏറ്റവും മോശമാണെങ്കിലും അത് സ്വീകരിക്കാൻ ഞാൻ റെഡിയാണ് എന്ന് നമ്മൾ അവിടെ ഫുള്ളി താന്ന് ദൈവത്തിൻ്റെ മുമ്പിൽ പറയുന്ന ഒരു മൊമെൻ്റാണ് സറണ്ടർ. ആ ഒരു മൊമെൻറ്റിൽ പിന്നെ വർക്ക് മുഴുവൻ നമ്മുടെ ആ ഒരു
ഡിവൈൻ പവറിനാണ്. ആ ഡിവൈൻ ഏറ്റെടുത്തോളും നമ്മളെ അത് കഴിഞ്ഞിട്ട്. സോ നമുക്ക് എന്താണോ നല്ലത് അതൊക്കെ കാണിച്ചു തരാൻ തുടങ്ങും. പക്ഷേ ഇവിടെ നമ്മൾ ഈ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ദൈവം നമുക്ക് എങ്ങനെയാണ് കാണിച്ചു തരുന്നത്? ഇൻറ്റ്യൂഷനിലൂടെ, ഏഞ്ചൽ നമ്പേഴ്സിലൂടെ, ഇതുപോലത്തെ വീഡിയോസിലൂടെ, പല ആൾക്കാരിലൂടെ, പല ട്രിഗേഴ്സിലൂടെ, അങ്ങനെയൊക്കെയാണ് നമുക്കിത് കാണിച്ചു തരുന്നത് അല്ലേ? അപ്പം നമുക്കത് കാണിച്ചു തരുമ്പോൾ നമ്മൾ അതിനെ കറക്റ്റായിട്ട് മനസ്സിലാക്കണം. അതാണ് അവിടെ ഇമ്പോർട്ടൻറ്റ്. സോ നമുക്ക് ഇവിടെ ഒരു സോൾ പേർപ്പസും ഡെഫിനറ്റ്ലി ദൈവം നമുക്ക് കാണിച്ചു തരും. നമുക്കത് അറിയാതെ നമ്മൾ അതിലേക്ക് കണക്ട് ആവും. അവിടെ കണക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? നീ ഫുള്ളി അവേക്കൻഡ് ആയാലേ നിന്നെ ആ പേർപ്പസിലേക്ക് ഞാൻ എത്തിക്കുള്ളൂ എന്നല്ല. യു ഹാവ് ദിസ് പേർപ്പസ് ഇൻ ഫ്രണ്ട് ഓഫ് യു. ഇത് നിന്റെ മുന്നിലുള്ള ഒരു പേർപ്പസ് ആണ്. അപ്പം നമുക്ക് നമ്മുടെ ഫുൾ പൊട്ടൻഷ്യലുള്ള പേർപ്പസ് ആയിരിക്കില്ല ആ ഒരു സ്റ്റേജിൽ നമുക്ക് തരുന്നത്. അത് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു ചെറിയ വേദിയായിരിക്കും നമുക്ക് അവിടെ തരുന്നത്. അവിടെ നിന്ന് പഠിച്ച് നമ്മൾ എത്രത്തോളം നമ്മളെ ഹീൽ ചെയ്ത് നമ്മുടെ വൂൺസിനെയൊക്കെ ക്ലിയർ ചെയ്ത് നമ്മൾ മുമ്പോട്ട് പോകുന്നു, അതനുസരിച്ചിട്ട് നമ്മുടെ സോൾ പേർപ്പസിൽ നമ്മൾ ഫ്രണ്ടിലോട്ട് പോയി, ഇതിനേക്കാളും ബെറ്ററായിട്ട് ഫ്രണ്ടിലോട്ട് പോയി അതിലും വലിയൊരു പേർപ്പസിലേക്ക് നമുക്ക് എത്താൻ പറ്റത്തുള്ളൂ. സോ ഈ ഒരു സോൾ പേർപ്പസ് എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരുടെയും മനസ്സിൽ ഒരു ഹീലർ ആവുക, ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുക, അതിൽ സംസാരിക്കുക, ഇങ്ങനത്തെ കാര്യങ്ങൾക്കപ്പുറം നമ്മുടെ മനസ്സിലൊന്നുമില്ല. പക്ഷേ ദിസ് ഇസ് ജസ്റ്റ് എ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് ഞാൻ പറയും. പലർക്കും പ്രശ്നം വരുന്നത് എവിടെയാണെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ സ്റ്റക്കായി പോവുകയാണ്. നമ്മൾ സോൾ പേർപ്പസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ തോട്ട് പ്രോസസ്സ് തെറ്റായി പോകുന്നു. ഇൻറ്റ്യൂഷനെ കേൾക്കുന്നതിന് പകരം നമ്മൾ പലയിടത്തും മൈൻഡ് ഓറിയൻറ്റഡ് ആയിട്ട് നമ്മൾ വർക്ക് ചെയ്യാൻ തുടങ്ങുന്നു. ഒരു എക്സാമ്പിളായിട്ട് പറയാം. എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറഞ്ഞാൽ ഈ ചാനൽ ഒന്നും സ്റ്റാർട്ട് ചെയ്യാനുള്ള ധൈര്യമൊന്നും എനിക്ക് ഉണ്ടായിരുന്നേ ഇല്ല. ആൻഡ് ഐ കാൺ ടോക്ക് ലൈക്ക് ദാറ്റ്. എനിക്ക് ആൾക്കാർ എന്നെ ജഡ്ജ് ചെയ്യും എന്നുള്ള പേടി ഭയങ്കരമായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു പ്രിപ്പറേഷനും ഇല്ലാതെ ഞാൻ എന്താ പറയുന്നതെന്ന് ഒരു ഉറപ്പ് പോലും ഇല്ലാത്ത കാര്യങ്ങളാണ് ഞാൻ പലതും അന്ന് തുടങ്ങുമ്പോൾ എനിക്ക് പല കാര്യങ്ങളിലും ഉറപ്പ് പോലും ഇല്ല. എനിക്കങ്ങനെ തോന്നുന്നു, ഞാൻ പറയുന്നു. പക്ഷേ ഒരു നല്ല നോളജബിൾ ആയിട്ടുള്ള ഒരു ഹൈ എൻഡ് അവേക്കനിങ്ങിലുള്ള ആൾ വന്ന് എന്നോട് 10 ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ തീർന്നു, എനിക്കൊന്നും പറയാനില്ല. പക്ഷെ ദാറ്റ് ഈസ് ദ പ്രൊട്ടക്ഷൻ ഗോഡ് ഗിവ്സ് യു. അവിടെയാണ് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് താങ്ങാവുന്നതേ അതാത് സ്റ്റേജിൽ ദൈവം തരത്തുള്ളൂ. ആ ഒരു മൊമെന്റ് തൊട്ട് ഓരോ ട്രിഗറായിട്ട് തരും നമുക്ക്. ഈ ഒരു പേർപ്പസിൽ നമുക്ക് ചെറുതായിട്ട് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് ട്രിഗേഴ്സ് തരും. നമുക്ക് ആ സെൽഫ് കോൺഫിഡൻസ് ഇല്ലാത്തതിന് നമ്മൾ ആ സെൽഫ് കോൺഫിഡൻസിനെ ബൂസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു നല്ല കാര്യങ്ങൾ നമുക്ക് തരും. പിന്നെ എവിടെയും നമ്മൾ ഈഗോയിൽ ഫോളോ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ കൊട്ടുകൾ തരും. എന്നിട്ട് നമ്മളെ റിയലൈസ് ചെയ്യുന്നതും നമ്മൾ അതിനെ എങ്ങനെ കൊണ്ടുപോകുന്നു എന്നനുസരിച്ചിട്ടാണ് നമ്മുടെ ഗ്രോത്ത് ഉണ്ടാവുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് അവിടെ പറയാനുള്ള ഒരു കാര്യം എന്താണെന്നറിയാമോ? മണി മൈൻഡഡ് ആയിട്ട് സോൾ പേർപ്പസ് ചെയ്യരുത്. എന്ന് വിചാരിച്ചാൽ മണി വാങ്ങിക്കുന്നത് തെറ്റാണോ, മനീനെ ഫോക്കസ് ചെയ്യുന്നത് തെറ്റാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. യു ഡോണ്ട് ഹാവ് ടു ഫോക്കസ്. അതേ ഞാൻ പറയത്തുള്ളൂ. ഈ ഒരു ജേർണിയിൽ നിങ്ങൾ ഒന്നിലും ഫോക്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. മണി നിങ്ങളെ തേടി എത്തണോ, അത് തന്നെ വന്നോളും. അതിനെ തേടി നിങ്ങൾ പോയാൽ ചിലപ്പോൾ പൈസ വരുമായിരിക്കും, പക്ഷേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ ഒരു പ്ലേസിൽ എത്തത്തില്ല. നമ്മൾ ഈ ഒരു സോൾ പേർപ്പസിനെ മറ്റുള്ളവരെല്ലാം ചെയ്യുന്നത് നോക്കിയിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ട് അതേ ഒരു പാറ്റേൺ ട്രൈ ചെയ്യുന്നു. സോൾ പേർപ്പസിലേക്ക് നമ്മൾ കണക്ട് ചെയ്താൽ ഒരു ക്ഷമ വേണം നമുക്ക്. വി ഹാവ് ടു സിറ്റ് ദെയർ ക്വയറ്റ്ലി. എനിക്ക് എല്ലാ ദിവസവും ഉടനെ വീഡിയോ ഇടണം, എല്ലാവരും എൻ്റെ വീഡിയോ കാണണം, ഞാൻ പറയുന്നതെല്ലാം എല്ലാവർക്കും ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടണം, അല്ലെങ്കിൽ വേറൊരാളുടെ വീഡിയോ കണ്ടിട്ട് അവർ ചെയ്യുന്ന ഒരു പാറ്റേണിൽ ഞാനും ചെയ്യാം, അല്ലെങ്കിൽ അതിൽ പറഞ്ഞ കാര്യങ്ങളിൽ എടുത്തിട്ട് ഞാനൊരു വീഡിയോ ചെയ്യാം. ഇങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ യു വിൽ നോട്ട് റീച്ച് എനിവെയർ. ഓരോരുത്തർക്ക് ദൈവം ഒരു ഡിഫറെൻറ്റ് വേ ഓഫ് തിങ്കിങ് ആണ് കൊടുക്കുന്നത്, ഡിഫറെൻറ്റ് വേ ഓഫ് പ്രോസസ്സിങ്ങും ആണ് കൊടുക്കുന്നത്. സോ നമ്മൾ എല്ലാവരുടെയും വിചാരം യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതാണ് സോൾ പേർപ്പസ് എന്നാണ്. നോ, അത് തെറ്റാണ്. ഫസ്റ്റ് നിങ്ങൾ ക്വയറ്റായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങണമെങ്കിൽ അത് തന്നെ നിങ്ങളുടെ അടുത്തേക്ക് എത്തും, നിങ്ങൾ ചെയ്യും. അത് ചെയ്യുമ്പോഴും എവ്രി ഡേ എവ്രി മൊമെൻറ്റ് ഓരോ വീഡിയോവും നിങ്ങൾ എന്തിനാ ചെയ്യുന്നത് എന്നുള്ളൊരു തോട്ടാണ് വേണ്ടത്. ഇൻറ്റൻഷൻ ബിഹൈൻഡ് യുവർ സോൾ പേർപ്പസ്. ഞാൻ വന്ന് ഈ പറയുന്ന കാര്യങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെടണം, അത് കാരണം എനിക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവണം, എനിക്ക് ഇതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കണം എന്നുള്ള ചിന്തകളെല്ലാം ഒരു സോൾ പേർപ്പസ് അല്ല. ഞാൻ പറയും ഇറ്റ് ഈസ് യുവർ മൈൻഡിൻ്റെ ഒരു ആക്രാന്തം എന്ന് പറയും ഞാനതിന്. അപ്പം നമ്മുടെ സോൾ പേർപ്പസിൽ തുടങ്ങുമ്പോൾ നമ്മൾ ഒരു നല്ല കാര്യം ചെയ്യാൻ തുടങ്ങുന്നു എന്ന് വിചാരിക്കുന്ന സ്ഥലത്തു നിന്ന് പതുക്കെ നമ്മൾ അതിൽ നിന്ന് പൈസ കിട്ടുമോ എന്നുള്ളൊരു ചിന്തയിലേക്ക് പോകുന്നു. പിന്നെ ആൾക്കാരെല്ലാം ഓരോ ക്ലാസ്സസ് തുടങ്ങുകയാണ്, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്ലാസ്സസ്. ഞാൻ പേരെടുത്തൊന്നും പറയുന്നില്ല.
അതൊന്നും ഞാൻ തെറ്റാണ്, അവർ ചെയ്യുന്നത് ശരിയല്ല എന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. പക്ഷെ വാട്ട് ഐ ബിലീവ് ഇസ് നമ്മൾ ക്യാൻവാസ് ചെയ്യേണ്ട ഒരു കാര്യം അല്ല സോൾ പർപ്പസ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ അതാണ് ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ ഒരു വീഡിയോയിലും ഞാൻ എന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നോ അല്ലെങ്കിൽ എൻ്റെ 1-to-1 സെഷനിൽ ജോയിൻ ചെയ്യുന്നോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ഞാൻ പറയാറില്ല. എനിക്ക് എൻ്റെ അടുത്ത് കണക്ട് ചെയ്താൽ പോലും ഞാൻ പറയും, ശരിക്കും ഒരു സെഷൻ ആവശ്യമുണ്ടോ, ഇല്ല എങ്കിൽ കുറച്ച് നേരം വെയിറ്റ് ചെയ്യും, നിങ്ങൾക്ക് വേണ്ടുന്ന ആൻസർ കിട്ടും എന്നുള്ളതാണ് പലപ്പോഴും ഞാൻ അങ്ങനെയാണ് പറയുന്നത്. ഇറ്റ്സ് നോട്ട് ബിക്കോസ് ദറ്റ് ഐ ഡോണ്ട് വാണ്ട് മണി. പക്ഷേ എൻ്റെ മനസ്സിൽ എങ്ങനെയാണെന്നറിയാവോ, ഒരാൾ ഒരു പെയിനിൽ ഗോ ത്രൂ ചെയ്യുമ്പോൾ ആ ഒരു സമയത്ത് അവർ എൻ്റെ അടുത്ത് വരികയാണ്, എൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ അവർക്ക് ഇൻറ്റ്യൂഷനിൽ എന്തെങ്കിലും ഒരു കാര്യം കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിൽ വരികയാണെങ്കിൽ ഐ എം ഹാപ്പി ടു ഡൂ ദാറ്റ്. പക്ഷെ പലപ്പോഴും എന്താ സംഭവിക്കുന്നതെന്ന് അറിയാവോ, എനിക്ക് എൻ്റെ ജേർണി ഡിസ്കസ് ചെയ്യണം, എനിക്ക് ഇതൊക്കെ പറയണം, എനിക്കിതൊക്കെ സംസാരിക്കണം, ഇതിനെക്കുറിച്ച് എനിക്ക് നടന്ന കാര്യങ്ങളൊക്കെ പറയണം എന്നുള്ളൊരു തോട്ട് പ്രോസസ്സിലാണ് ഒരുപാട് പേര് വരുന്നത്. എനിക്ക് അങ്ങനെ പൈസ ഉണ്ടാക്കാൻ ഒരു താല്പര്യമില്ല. ഐ ഡോണ്ട് വോണ്ട് ടു ഹിയർ യുവർ സ്റ്റോറി ആൻഡ് ടേക്ക് മണി ഫ്രം യു. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനത്തെ സെഷൻസ് എല്ലാം ഞാൻ അവോയ്ഡ് ചെയ്യും. ചില ആൾക്കാർക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ടാവാം. ബട്ട് സ്റ്റിൽ ഞാൻ എന്തുകൊണ്ടാണ് അത് ചെയ്തതെന്ന് വെച്ചാൽ എൻ്റെ സോളിന് അതൊരു പേർപ്പസ് അല്ല. വെറുതെ എനിക്ക് അത്രയും പൈസ കൊടുത്തിട്ട് നിങ്ങളുടെ സ്റ്റോറി എൻ്റെ അടുത്ത് പറയേണ്ട ആവശ്യം നിങ്ങൾക്കും ഇല്ല അല്ലേ. ഞാൻ ആ സ്റ്റോറി കേട്ടതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഉപയോഗം ഉണ്ടാവോ? ഇല്ല. സോ വൈ ആർ യു സ്പെൻഡിങ് യുവർ മണി ലൈക്ക് ദാറ്റ്? ഇറ്റ്സ് വേസ്റ്റ് അല്ലേ. അതങ്ങനെ ചെയ്യാൻ പാടില്ല. അതേപോലെ ഞാൻ ഇപ്പോൾ ഒരു റേക്കി ഹീലിംഗ് ഞാൻ ഫസ്റ്റ് ലെവൽ ചെയ്തിട്ടൊരു 4 വർഷം കഴിഞ്ഞിട്ടാണ് ലെവൽ 2 ചെയ്തത്. ഫസ്റ്റ് ലെവൽ ചെയ്യുമ്പം ഇതെന്തിനാ ചെയ്യുന്നതെന്ന് അറിയത്തില്ലായിരുന്നു. സെക്കൻഡ് ലെവൽ ചെയ്തപ്പം ഇതാണ് സ്പിരിച്വൽ ജേർണിയുടെ ഒരു പാത്തെന്ന് വിചാരിച്ച് ചെയ്തതാണ്. പിന്നെ തേർഡ് ലെവൽ ചെയ്യാനുള്ള മനസ്സ് എനിക്ക് വന്നില്ല, ബിക്കോസ് ഐ അണ്ടർസ്റ്റുഡ് ദാറ്റ് അതിൻ്റെ ആവശ്യം ഇല്ല എന്നുള്ളത്. ഞാൻ ആകാശിക് റെക്കോർഡ്സിൻ്റെ ഫുൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു. അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ട്. പിന്നെ അതും എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ ടു കണക്ട് ടു യുവർ ഇൻറ്റ്യൂഷൻ ആണ് ഈ ഒരു കാര്യങ്ങളൊക്കെ എന്നെ പഠിപ്പിച്ചത്. സോ ഐ എം വെരി ഗ്രേറ്റ്ഫുൾ ഫോർ ഹാവിങ് ദാറ്റ് ക്ലാസ്. പക്ഷേ അത് യൂസ് ചെയ്ത് മറ്റൊരാൾക്ക് റീഡ് ചെയ്യാൻ എൻ്റെ മനസ്സ് അനുവദിക്കുന്നില്ല. അപ്പോൾ ഒരുപക്ഷെ ഞാനിങ്ങനെ കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ തെറ്റായിട്ട് പറയും എന്നുള്ള പേടിയാണോ, അല്ലെങ്കിൽ മടിയാണോ, അല്ലെങ്കിൽ ആൾക്കാരുടെ എനർജിയെ എനിക്ക് പേടിയാണോ എന്നൊക്കെ നിങ്ങൾ ചോദിക്കുവാണെങ്കിൽ ഇതൊന്നും അല്ല. ഒരുപക്ഷെ എനിക്ക് ഉറപ്പില്ലാത്ത ഒരു കാര്യവും ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. ഞാനിപ്പോൾ ഒരു ചാനലിൽ വന്ന് സംസാരിക്കുന്ന കാര്യങ്ങൾ എന്നിൽ നടക്കുന്ന ചേഞ്ചസ് എന്നിൽ ഞാൻ കാണുന്ന ഒരു കാര്യമാണ്. അതെനിക്ക് ഒരു ഒട്ടും മനസാക്ഷിക്കുത്തില്ലാതെ ധൈര്യമായിട്ട് നിങ്ങളുടെ അടുത്ത് വന്ന് പറയാൻ പറ്റും. നിങ്ങൾക്കത് മനസ്സിലായാലും മനസ്സിലായില്ലെങ്കിലും അക്സെപ്റ്റ് ചെയ്താലും അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ അപ്പോൾ എനിക്ക് കുഴപ്പമില്ല. ബിക്കോസ് ഞാൻ അവിടെ എൻ്റെ സോളിന് എഗെയിൻസ്റ്റായിട്ട് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ എൻ്റെ ഇൻറ്റ്യൂഷനെ ഉപയോഗിച്ച് നിങ്ങളുടെ ഒരു ജീവിതത്തിൻ്റെ ഒരു സാഹചര്യത്തിനെക്കുറിച്ച് ഞാൻ പറയുകയാണ്. അത് ഞാൻ നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ ഇങ്ങനെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഞാൻ വേണമെങ്കിൽ ഇൻറ്റർപ്രിറ്റ് ചെയ്യാം. നിങ്ങളുടെ മാനസിക നില അനുസരിച്ച് നിങ്ങൾ പല കാര്യങ്ങളും അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യുമായിരിക്കും. പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്ക് എന്താണ് ഉറപ്പ് ഞാൻ പറഞ്ഞത് ശരിയാണെന്നുള്ളത്? അല്ലേ, എനിക്കൊരു ഉറപ്പുമില്ല. അപ്പോൾ അങ്ങനെ എൻ്റെ ഇൻറ്റ്യൂഷൻ ഉപയോഗിച്ച് ഞാൻ വേറൊരാൾക്ക് കൊടുക്കുന്ന ഒരു ഗൈഡൻസും എനിക്ക് ഉറപ്പില്ലാത്തതാണെങ്കിൽ അത് കൊടുക്കാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. സോ അതുകൊണ്ട് തന്നെ എൻ്റെ സോൾ പർപ്പസ് എന്ന് പറയുന്ന സാധനം എപ്പോഴും എൻ്റെ ഈഗോ അവിടെ കയറാതെ എൻ്റെ സോളുമായിട്ട് അലൈൻ ചെയ്ത് തന്നെ നിൽക്കണം. ഇപ്പോഴും ഞാൻ പറയാം, എൻ്റെ സോൾ പർപ്പസ് എന്ന് പറയുന്നത് ഈ യൂട്യൂബ് വീഡിയോ ഒന്നും അല്ല. ദർ ഇസ് സോ മച്ച് ഇൻ ഫ്രണ്ട് ഓഫ് മീ. ഞാൻ ഇനിയും വാക്ക് ചെയ്ത് ഒരുപാട് മുമ്പിലെത്താനുണ്ട്. ബിക്കോസ് എനിക്കിപ്പോഴും ഓരോ കാര്യങ്ങളിലും ഞാൻ ഓരോ പാഠം പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഈ ഒരു പർപ്പസ് ചെയ്യുമ്പോൾ. അപ്പോൾ എല്ലാ ദിവസവും ഞാൻ ഓരോന്നും പഠിച്ച് അതിൽ നിന്ന് ആ തെറ്റുകൾ തിരുത്തി നെക്സ്റ്റ് ഡേ ഐ കവർ ദാറ്റ്. ഇനി അത് ചെയ്യാതിരിക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കും. ചിലപ്പോൾ അറിയാതെ അത് ഞാൻ ചെയ്യും. എഗെയിൻ ഐ വിൽ കവർ ദാറ്റ്. അങ്ങനെയാണ് ഞാനും മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് നല്ലപോലെ അറിയാം ഞാൻ എത്തേണ്ട ആ ഒരു പ്ലേസിലെത്താതെ ആ വലിയൊരു പേർപ്പസ് എൻ്റെ മുമ്പിൽ റിവീൽ ആവത്തില്ല. ആ ഒരു വലിയ പേർപ്പസിനെ താങ്ങാനും മാത്രമുള്ള ശക്തി എൻ്റെ മൈൻഡിനും ബോഡിക്കും ഉണ്ടാവുന്ന ഒരു പ്ലേസ് ഉണ്ട്. ആ ഒരു സമയം വരെ നമ്മൾ നമ്മുടെ പ്രോപ്പർ സോൾ പർപ്പസിൽ കണക്ട് ആവത്തില്ല. ഇവിടെയും ഗ്രോത്ത് വരത്തില്ല. നമ്മൾ സ്റ്റക്കായി പോവും. നമുക്ക് എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്നുള്ളൊരു കൺഫ്യൂഷനിൽ തന്നെയായിരിക്കും നമ്മൾ നിൽക്കുന്നത്. ഈഗോ ഇല്ലാതെയാണ് സോൾ പർപ്പസ് ചെയ്യേണ്ടത്. അപ്പോൾ ഈഗോ ഉണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ മനസ്സിലാക്കണം? നമ്മൾ ഓരോ തോട്ടും ഞാൻ എന്തിനാണ് ഈ വീഡിയോ ഇടുന്നത്, എൻ്റെ ഒരു കമൻറ്റ് വായിക്കുമ്പോൾ എനിക്ക് എന്താണ് തോന്നുന്നത്, ഇവരാരാ വന്നിട്ട് എന്നെ പറയാൻ, അല്ലെങ്കിൽ ഇവർക്ക് എന്തറിയാം,
അല്ലെങ്കിൽ ഇവർക്കാർക്കും ഒരു പണിയും ഇല്ല, അല്ലെങ്കിൽ ഓ ഇത് നിങ്ങളൊക്കെ ഇവിടെ എത്തിയല്ലേ ഉള്ളൂ, കുറേ കൂടെ കഴിയുമ്പോൾ മനസ്സിലാവും, അങ്ങനെയൊക്കെയുള്ള ചിന്തകളാണ് നമുക്ക് വരുന്നതെങ്കിൽ ദെൻ നമ്മുടെ ഈഗോയാണ് അത് വർക്ക് ചെയ്യുന്നത് അവിടെ, അല്ലേ? അപ്പം അങ്ങനെ ഒരു ചിന്ത വന്നാൽ കുഴപ്പമൊന്നുമില്ല, നമ്മൾ മനുഷ്യരാണ്, നമ്മൾ അങ്ങനെയൊക്കെ ചിന്തിച്ചു പോകും. പക്ഷെ അവിടെ എന്താ ചെയ്യേണ്ടത്? ഞാൻ അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. അപ്പോൾ ഉടനെ റെക്ടിഫൈ, ചേഞ്ച് ദ ഡയലോഗ്. അപ്പോൾ പറഞ്ഞ ഡയലോഗിനെ അപ്പം തന്നെ മാറ്റി ചിന്തിക്കുക, എന്നിട്ട് മനസ്സുകൊണ്ട് ഒരു സോറി പറയുക, ചേഞ്ച് ഇറ്റ് ഡിഫറെൻ്റ്ലി. നെക്സ്റ്റ് ടൈം അത് വരത്തില്ല, ബിക്കോസ് യു ആർ അവെയർ ദറ്റ് ഞാൻ ലാസ്റ്റ് ടൈം ഇത് ചെയ്തു, അപ്പോൾ നെക്സ്റ്റ് ടൈം ഐ ഷുഡ് ബി മോർ അവെയർ. അപ്പം അത് കഴിഞ്ഞിട്ട് ഒരുപാട് ചോദ്യങ്ങൾ വരുമ്പോൾ നമുക്ക് ചിലപ്പം ഈ ചോദ്യങ്ങളൊന്നും എനിക്ക് അറിയത്തില്ലല്ലോ, ആം ഐ ഗുഡ് ഇനഫ് ടു ഡു ദിസ് പർപ്പസ്, ഞാൻ എന്ത് ചെയ്യും എന്നുള്ളൊരു തോട്ട് വരാം. അപ്പോൾ നമ്മൾ ചിലപ്പോൾ എന്ത് ചെയ്യും, പല വീഡിയോസ് കണ്ടിട്ട് അവർ പറയുന്നത് എടുത്തിട്ട് നമ്മൾ പറയും. അങ്ങനെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. വാട്ട് യു ക്യാൻ ഡു ഇസ്, ആ ചോദിച്ച ചോദ്യത്തിന് ആൻസർ അറിയത്തില്ലെങ്കിൽ നമുക്കത് രണ്ട് രീതിയിൽ ഹാൻഡിൽ ചെയ്യാം. ഒന്നെങ്കിൽ ഇപ്പോൾ എനിക്കത് പറയാൻ അറിയത്തില്ല, ഇൻ ഫ്യൂച്ചർ അറിയാമെങ്കിൽ പറയാം എന്ന് ധൈര്യമായിട്ട് പറയാം. അല്ലെങ്കിൽ വെയിറ്റ്, ഡോണ്ട് ആൻസർ, വെയിറ്റ്. തന്നെ നിങ്ങൾക്ക് അത് എത്താനുള്ളതാണെങ്കിൽ ദൈവം കാണിച്ചു തരും. കുറച്ച് ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് നല്ല രീതിയിൽ സംസാരിക്കാൻ പറ്റും. സോ എല്ലായിടത്തും ആ ഒരു വെപ്രാളം ഇല്ലാതെ കാമായിട്ട് ക്വയറ്റായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് റൈറ്റായിട്ടുള്ള ആൻസർ കിട്ടിത്തുടങ്ങും. അപ്പോൾ ആ രീതിയിൽ നമ്മളതിനെ ചെയ്യുക. അപ്പോൾ നമുക്ക് ഡെയിലി വീഡിയോ ഇടണം, ഞാൻ ഇത്ര വീഡിയോ ഇടണം, ഇത്ര വ്യൂസ് വരണം എന്നുള്ള ചിന്തയൊക്കെ കളയുക. കമൻസ് വരുന്നുണ്ടോ, വ്യൂസ് വരുന്നുണ്ടോ, ആരൊക്കെ എന്തൊക്കെ പറയുന്നു, ഈ വക ടെൻഷൻ ഉണ്ടല്ലോ, ഇതെല്ലാം കംസ് ഫ്രം യുവർ ഈഗോ മൈൻഡ്. എന്തുകൊണ്ടാണ് ഇതൊക്കെ ഈഗോ മൈൻഡ് എന്ന് പറയുന്നതും? ഇതിനെന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ ഇന്നർ ചൈൽഡിനെ ഹീൽ ചെയ്യണം. എന്താണ് ഈ ഈഗോയിൽ നിന്ന് വരുന്ന തോട്ട്സ് എല്ലാം? നമ്മുടെ കണ്ടീഷൻസ് കാരണം നമുക്ക് വരുന്നതാണ്. ആരും നമ്മളെ തെറ്റായിട്ട് പറയാൻ പാടില്ല, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നതൊരു കാര്യം തെറ്റാണ് എന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത പെയിൻ, ദേഷ്യം, ഹേർട്ട്, അങ്ങനെ പല കാര്യങ്ങൾ. അപ്പോൾ ഇതിനെയെല്ലാം നമ്മൾ ഹീൽ ചെയ്ത് കഴിഞ്ഞാൽ സ്ലോലി നമ്മൾ ആരെന്ത് പറഞ്ഞാലും ട്രിഗർ ആവത്തില്ല. ഇനീഷ്യലി ഞാനും ഇഷ്ടം പോലെ ട്രിഗർ ആയിട്ടുണ്ട്, ഇപ്പോഴും എനിക്ക് ചെറിയ രീതിയിലൊക്കെ ട്രിഗർ ആവും. ട്രിഗർ ആയി കഴിയുമ്പോൾ ഞാൻ മനസ്സിലാക്കും. നേരത്തെയൊക്കെ എനിക്ക് ട്രിഗർ മാറാൻ ഒരു നൈറ്റൊക്കെ എടുക്കും. പക്ഷേ ഇപ്പോൾ ട്രിഗർ വന്നു കഴിഞ്ഞ് മേ ബി ഒരു 5 മിനിറ്റ്സിൽ ഞാൻ മനസ്സിലാക്കും, അയ്യോ ഇത് ട്രിഗർ ആയിരുന്നല്ലോ എന്ന്. സോ ഇപ്പോഴും അത് എനിക്ക് അങ്ങനെ തന്നെ വരും. പക്ഷേ ഡോണ്ട് വറി ഓർ ഡോണ്ട് തിങ്ക് അബൌട്ട് എനിത്തിങ് എൽസ്. ഈ ഒരു പേർപ്പസ് ചെയ്യുന്നത് എന്തിനാണ്? ഞാൻ എന്നിലേക്ക് പ്രോപ്പറായിട്ട് എത്താൻ വേണ്ടിയിട്ടാണ്. സോൾ പർപ്പസ് ഇസ് നോട്ട് ഫോർ അതേഴ്സ്, ഫോർ യു. ആ ഒരു കാര്യം നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ നമ്മളിതിനെ വേറെ പോലെ കാണാൻ തുടങ്ങും. അതുവരെ നമ്മൾ മറ്റുള്ളവർക്ക് ഞാൻ എന്തൊക്കെയോ ചെയ്യുന്നു എന്നുള്ളൊരു തോട്ട് പ്രോസസ്സിലായിരിക്കും. ഞാനും അങ്ങനെ തന്നെയായിരുന്നു, അതുകൊണ്ടാണ് അത് ധൈര്യമായിട്ട് പറയുന്നത്. അപ്പം നമുക്കിപ്പോൾ മനസ്സിലാവും, അല്ല ഇത് ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടല്ല, എനിക്ക് വേണ്ടിയിട്ടാണെന്ന്. ആ ഒരു ഇൻപുട്ടിനെ നമ്മൾ എടുത്തുകൊണ്ട് ഓരോ കാര്യത്തിലും ഒരു എക്സ്പെക്റ്റേഷനും ഇല്ലാതെ, ഇനി വ്യൂസേ വന്നില്ല, ആരും കണ്ടില്ല, ആരും ഒരു കമൻറ്റ് പോലും ഇട്ടില്ല, ഡോണ്ട് വറി, ഇറ്റ്സ് ഓക്കെ. എൻ്റെ സന്തോഷത്തിനാണല്ലോ ഞാൻ ഇട്ടത്. ആ ഇട്ട കാര്യം വർക്കായോ, ദാറ്റ്സ് ഫൈൻ. എന്നെക്കൊണ്ട് അവിടെ ഒരു അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ധൈര്യം ഉണ്ടായിരുന്നല്ലോ. അങ്ങനെ നമ്മളെ തന്നെ അവിടെ അപ്രീഷിയേറ്റ് ചെയ്യുക. ആ ഒരു സെൽഫ് ലവിൽ തന്നെ ഇരിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പ് ആൻഡ് ഡൗൺസ് വരുമ്പോഴെല്ലാം സെൽഫ് ടോക്ക് ചെയ്തിട്ട്, സെൽഫ് ടോക്ക് കറക്റ്റായിരിക്കണം. അതാണ് നമ്മൾ, സെൽഫ് ടോക്ക് എപ്പോഴും നമ്മുടെ സോൾ അലൈൻഡ് ആയിരിക്കണം. സെൽഫ് ടോക്ക് ഈഗോയിലായിരിക്കത്തില്ല, ആര് കണ്ടില്ലെങ്കിൽ എനിക്കെന്തുവാ, അങ്ങനെയല്ല. ആരും കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല, കാണേണ്ട ആൾക്കാർ കാണേണ്ട സമയത്ത് കണ്ടോളൂ. 2 വേ ഓഫ് ടോക്കിങ്ങിനും വ്യത്യാസമില്ലേ? അപ്പോൾ എവറി തോട്ട് ഷുഡ് ബി ലൈക്ക് ദാറ്റ്. അങ്ങനെ ചെയ്താൽ മാത്രമേ നമ്മൾ സോൾ പർപ്പസിൽ കണ്ടിന്യൂസ് ആയിട്ട് നിന്ന് വേറൊരു ലെവലിലേക്ക് എത്താൻ പറ്റത്തുള്ളൂ. ഈ ഹീലിംഗ് ചെയ്യുന്നതും റേക്കി ചെയ്യുന്നത്, അല്ലെങ്കിൽ ആകാശിക് റെക്കോർഡ്സ് റീഡിങ്, ഇതൊന്നും മാത്രമല്ല സോൾ പർപ്പസ്. ഈ ഒരു ഇതിനും അപ്പുറം വേറൊരു ലെവലുണ്ട്. ആ ലെവലിലേക്കാണ് നമ്മൾ പോകേണ്ടത്. ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ പലർക്കും അത് അക്സെപ്റ്റബിൾ ആയിരിക്കത്തില്ല, ബട്ട് എല്ലാവരുടെയും സോളിൻ്റെ ഒരു എവല്യൂഷൻ അനുസരിച്ച് കാര്യങ്ങൾ ഡിഫറെൻ്റ് ആയിട്ട് കാണും. പക്ഷെ ഞാനിപ്പോൾ ഇങ്ങനെയാണ് അതിനെ കാണുന്നത്. അപ്പോൾ അത് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നു. സോ ഐ തിങ്ക് എൻ്റെ വീഡിയോ ക്ലിയർ ആയിരിക്കും തോന്നുന്നു. Okay dears, take care, bye.